ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോപ്പറേറ്റീവ് ട്യൂട്ടർ. IT ആൻഡ് സൈബർ ലോ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാലേ നിങ്ങൾക്ക് ഇനിയിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റിയായിട്ടാണ്. ഇൻപുട്ട് യൂണിറ്റ് റിസീവ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ യൂസർ ഫോർ പ്രോസസ്സിംഗ്. ഒരു ഇൻപുട്ട് ഡിവൈസ് അത് യൂസറിൻ്റെ നിന്ന് ഡേറ്റ ലഭിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് കമ്പ്യൂട്ടറിന് നൽകുന്നതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ്. ദ ഡിവൈസ് വിച്ച് റിസീവ്സ് ഡേറ്റ ഫോർ പ്രോസസ്സിംഗ് ഈസ് കോൾഡ് ഇൻപുട്ട് ഡിവൈസ്. ഒരു ഡിവൈസ് ഡേറ്റ ലഭിച്ച് അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ഇൻപുട്ട് ഡിവൈസ്. ആൻഡ് ഇൻപുട്ട് ഡിവൈസ് കൺവേർട്സ് ഇൻപുട്ട് ഇൻഫർമേഷൻ ഇൻ ടു സ്യൂട്ടബിൾ ബൈനറി കോഡ്സ് ഫോം അക്സെപ്റ്റബിൾ ടു എ കമ്പ്യൂട്ടർ. നമ്മളൊരു കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന ആ കീ ബൈനറി ഡിജിറ്റ്സായി കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുന്നതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ്. ഫോർ എക്സാമ്പിൾ, കീബോർഡാണ് ഒരു ഇൻപുട്ട് ഡിവൈസായിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്മളൊരു കീയെ ഞെക്കുമ്പോൾ ആ കീയെ ബൈനറി ഡിജിറ്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയും കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുകയുമാണ് ഈ കീബോർഡിൻ്റെ പ്രവൃത്തി. അപ്പോൾ മേജറായിട്ടുള്ളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പഠിക്കുന്നത് മേജർ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ആദ്യമായി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ട് പോവുക. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ എക്സെട്ര ആണ്. ഇതിൽ നിന്ന് ഒരു കുറച്ചെണ്ണം ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ മേജറായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ് മെയിനായിട്ട് ചോദിക്കുന്നത് കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ ഒക്കെയാണ്. അതിന് മേജറായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ, സൗണ്ട് കാർഡ്, സ്പീക്കർ, വീഡിയോ കാർഡ്, പ്ലോട്ടർ. മേജറായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. മോണിറ്റർ നമ്മൾ കാണാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മോണിറ്റർ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയുടെ പ്രോസസ്സ് ചെയ്തത് നമ്മളിലൂടെ ദൃശ്യമാക്കാൻ വേണ്ടിയാണ് ഈ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് രൂപത്തിൽ വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. പ്രൊജക്ടർ മോണിറ്ററിൻ്റെ അതേ ഉപയോഗം തന്നെയാണ് ചെയ്യുന്നതും. പിന്നെ ചില ഡിവൈസസ് ഉണ്ട്, ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. മോഡംസ്, നെറ്റ്വർക്ക്, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, കീബോർഡ്. ഇതേപോലത്തെ ഡിവൈസസ് എല്ലാം ഇൻപുട്ടായിട്ട് ഡേറ്റ കൈവരിക്കുകയും അതിന് കൺവേർട്ട് ചെയ്ത് പ്രോസസ്സ് കൺവേർട്ട് ചെയ്ത് നമുക്ക് തിരികെ ഇൻഫർമേഷനായി ലഭിക്കുകയും ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്തതായി കീബോർഡ്. കീബോർഡ് ഈസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. കീബോർഡാണ് ഒരു കമ്പ്യൂട്ടറിലെ പ്രധാനമായ ഇൻപുട്ട് ഡിവൈസസ്. ഡേറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന മെയിനായിട്ടുള്ളൊരു ഡിവൈസാണ് കീബോർഡ്. വേരിയസ് ടൈപ്സ് ഓഫ് കീബോർഡ്സ് ആർ അവൈലബിൾ. മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് QWERTY. അല്ലാത്ത 2 ടൈപ്പ് കീബോർഡ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ASCII കീബോർഡും ഡുവാക് കീബോർഡ്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ഇപ്പോൾ കീബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്, QWERTY, ഡുവാക്, ASCII. അപ്പം ഓർത്തു വെക്കുക, കീബോർഡാണ് കമ്പ്യൂട്ടറിലെ മെയിനായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്. ദ സ്റ്റാൻഡേർഡ് വൈഡ്ലി യൂസ്ഡ് കമ്പ്യൂട്ടർ കീബോർഡ് ഈസ് QWERTY കീബോർഡ്. QWERTY കീബോർഡാണ് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന കീബോർഡ് ടൈപ്പ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന PC-ക്കകത്തും എല്ലാത്തിനകത്തും QWERTY കീബോർഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നു പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണെന്ന്. ദ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് മോണിറ്റർ. മെയിനായിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി നാം യൂസ് ചെയ്യുന്നതാണ് മോണിറ്റർ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് കീസ് ഓൺ കീബോർഡ്. കീബോർഡിലെ എല്ലാ കീയിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നതാണ് ഇത്. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് ട്യൂട്ടറിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇത് മിസ്സായി പോകരുത്. അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ആദ്യമായി പറയുന്നത് ആൽഫ ന്യൂമറിക് കീസ് ആണ്. A മുതൽ Z വരെയും ന്യൂമറൽസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള 0 മുതൽ 9 വരെ പിന്നെ പങ്ക്ച്വേഷൻസും കൂടി ഇൻക്ലൂഡ് ആവുന്ന കീസിനെയാണ് നാം ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ആൽഫ ന്യൂമറിക് കീസ് ഇൻക്ലൂഡ് ദ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്സ് A to Z ആൻഡ് ന്യൂമറൽ 0 to 9 ആൻഡ് പങ്ക്ച്വേഷൻ സിമ്പിൾസ്. ഫങ്ഷൻ കീസ്.
ദീസ് ആർ ദ കീസ് അസൈൻ ഫോർ ബിൽഡ് ഇൻ ഫങ്ഷൻസ്. ഒരു കമ്പ്യൂട്ടറിനകത്ത് നൽകിയിട്ടുള്ള ബിൽഡ് ഇൻ ഫങ്ഷൻസിനെ പെട്ടെന്ന് ഷോർട്ട് കട്ടായി യൂസ് ചെയ്യാനും അല്ലാതെ ചില ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്യാനും വേണ്ടിയാണ് ഈ ഫങ്ഷൻ കീസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ F1 മുതൽ F12 വരെയാണ് ഇത് യൂസ് ആവുന്നത്. അടുത്തതായി പറയുന്നത് നാവിഗേഷൻ കീസ് ആണ്. Keys that are used to move a cursor. It includes arrow key, home, end page, page up, page down, etc. ഈ കമ്പ്യൂട്ടറിലെ റൈറ്റ് ഡൗൺ ആയിട്ടുള്ള ഈ ആരോ കീസും ഹോം, പേജ് അപ്പ്, പേജ് ഡൗൺ എന്ന കീസാണ് നാവിഗേഷൻ കീസ്. ഒരു പേജ് മൂവ് ചെയ്യാനും കഴ്സർ മൂവ് ചെയ്യാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മോഡിഫയർ കീസ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കീബോർഡിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുമാണ് ഈ മോഡിഫയർ കീസ് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് കീ, കൺട്രോൾ കീ, ആൾട്ട് കീ, എക്സെട്ര ആണ്. ക്യാപ്സ് ലോക്ക് ആൻഡ് നമ്പർ ലോക്ക് ആർ കോൾഡ് ടൂഗിൾ കീസ്. ഇതിനെ ടൂഗിൾ കീസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ക്യാപ്സ് ലോക്കും നമ്പർ ലോക്കും ടൂഗിൾ കീസ് ആണ്. അടുത്തതായിട്ടുള്ളത് ദ ലാർജസ്റ്റ് കീ ഓൺ ദ കീബോർഡ്. ദ ലാർജസ്റ്റ് കീ, കീബോർഡിലെ ഏറ്റവും വലുപ്പമേറിയ കീ ആണ് സ്പേസ് ബാർ. അടുത്തതായി പറയുന്നത് ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ കീബോർഡ്. കീബോർഡിൽ ഒരു ക്വാളിറ്റി ആയാലും ഏത് ടൈപ്പ് കീബോർഡ് ആയാലും അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടുള്ളത് ഏത് കീ ആണെന്ന് ചോദിച്ചാൽ എസ്കേപ്പ് കീ. എല്ലാ കീബോർഡിൻ്റെ സ്റ്റാൻഡേർഡിൽ അങ്ങനെ തന്നെയായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് സ്പേസ് ബാർ, ടാബ് കീ, റിട്ടേൺ ഓർ എൻ്റർ കീ. ഓൾ ഓഫ് ദീസ് കീസ് ആർ ഹെൽപ്പ് ഇൻ ടെക്സ്റ്റ് ഫോർമേഷൻ. ഒരു ടെക്സ്റ്റ് ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കീസാണ് ഈ കീസ് എല്ലാം. ഇപ്പോൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ പാരഗ്രാഫ് തിരിക്കാനും എല്ലാത്തിനും വേണ്ടി ഈ കീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായി പറയുന്നത് സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് കീ സ്ട്രോക്ക് ടു കറസ്പോണ്ടിങ് ബിറ്റ്. നാം നേരത്തെ പറഞ്ഞിരുന്നു ഒരു കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അത് നമ്മുടെ ഇൻസ്ട്രക്ഷനെ, നമ്മളിപ്പോൾ ഒരു അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തിനെ ബൈനറി ഡിജിറ്റ്സായി കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിലോട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ബിറ്റാണ് ASII. അപ്പം ASIIയുടെ ഫുൾ ഫോമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കീബോർഡിനകത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിറ്റിൻ്റെ പേര് ഓർത്തു വെക്കുക. നോർമൽ ASII ഹാസ് 7 ബിറ്റ് കോഡ് ക്യാരക്ടേഴ്സ്. ഒരു നോർമലായിട്ടുള്ള ആ ബിറ്റ് കോഡിനകത്തുള്ളത് 7 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആൻഡ് 8 ബിറ്റ് ASII ഹാസ് ഹൗ മെനി ക്യാരക്ടേഴ്സ്. ഒരു 8 ബിറ്റ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ബിറ്റിന് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 256 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ആൻഡ് 8-bit character encoding commonly used in IBM mainframe operating systems. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വിൻഡോസ് യൂസ് ചെയ്യാറുണ്ട്, ലിനക്സ്, സ്കൂളുകളിൽ ഉബുണ്ടു യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പിന്നെ ചില ലാപ്പുകളിൽ മാക് OS യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ IBMൻ്റെ മെയിൻ ഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത് 8-bit ക്യാരക്ടേഴ്സാണ്. ഇതിൻ്റെ പേര് EBCDIC. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോമാണ് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡ് ഒരു ബൈനറി ഡിജിറ്റ്സായി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഇൻപുട്ട് ഡിവൈസാണ്. അടുത്തതായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു ഇൻപുട്ട് ഡിവൈസായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് മൗസ്. ആദ്യത്തെ കീബോർഡാണ്, സെക്കൻഡറി ആയിട്ട് മൗസ്. പോയിൻറ്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് മൗസ്. കമ്പ്യൂട്ടറിലെ പോയിൻറ്റിംഗ് ഡിവൈസ്, നമ്മളിപ്പോൾ ഏറ്റവും എളുപ്പമേറിയ രീതിയിൽ നമുക്ക് സാധനത്തിന് പോയിൻറ്റ് ചെയ്യണമെങ്കിൽ നാം യൂസ് ചെയ്യുന്നത് മൗസാണ്. പോയിൻറ്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് മൗസ്. മൗസ് വാസ് ഇൻവെൻറ്റഡ് ബൈ ഡഗ്ലസ് എയ്ൻഷൽബർട്ട്. അപ്പം ഡഗ്ലസ് എയ്ൻഷൽബർട്ട് ആണ് മൗസ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. മെക്കാനിക്കൽ മൗസ് കണ്ടെയ്ൻസ് എ സ്മോൾ ബോൾ ഇൻസൈഡ്. ഇവിടെ ആയിട്ട് മെക്കാനിക്കൽ മൗസിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ചെറിയൊരു റബ്ബർ ബോൾ നൽകിയിട്ടുണ്ട്. സാധാരണയായിട്ട് നാം യൂസ് ചെയ്യുന്ന മൗസിനകത്തെല്ലാം ഒപ്റ്റിക്കൽ സെൻസേഴ്സാണ്. അത് ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്ത് റിഫ്ലക്റ്റഡ് റേസിനെ അബ്സോർബ് ചെയ്തിട്ടാണ് അത് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ മെക്കാനിക്കൽ മൗസിനകത്ത് XY ആക്സിസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയാണ് മെക്കാനിക്കൽ മൗസിലൂടെ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, ചെറിയൊരു റബ്ബർ ബോളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുന്ന ഒരു സംഭവമാണ്. യൂണിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സ്പീഡ് ഓഫ് എ മൗസ്. മൗസിൻ്റെ സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ പേരാണ് മിക്കി.
മിക്കി. ഇത് മെയിനായിട്ടൊന്ന് ഓർത്ത് വെക്കുക. മിക്കി ആണ് റെപ്രസെൻറ്റ് ദ സ്പീഡ് ഓഫ് ദ മൗസ്. ദ യൂണിറ്റ് റെപ്രസെൻറ്റ് ദ സ്പീഡ് ഓഫ് ദ മൗസ്. അടുത്തതായി പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് എ മൗസ് ഈസ് ഡിറ്റക്റ്റഡ് യൂസിങ് ദ LED ഇൻ ഒപ്റ്റിക്കൽ മൗസ്. LED സഹായത്തോടെ ഒരു സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന മൗസാണ് ഒപ്റ്റിക്കൽ മൗസ്. സാധാരണയായി നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നത് എല്ലാം ഒപ്റ്റിക്കൽ മൗസസ് ആണ്. ഓൾഡ് ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിനാണ് മെക്കാനിക്കൽ മൗസ് യൂസ് ചെയ്യുന്നത്. കറൻ്റ്ലി ഇപ്പോൾ മെക്കാനിക്കൽ മൗസിൻ്റെ യൂസ് കുറവാണ്. കാരണം മെക്കാനിക്കൽ മൗസ് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ടാണ് കറൻ്റ്ലി യൂസ് ചെയ്യാത്തത്. The blinking symbol which indicates the next position of a character is called cursor. കർസറിന് ചെറിയൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. നാം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ സ്ഥിരമായി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഐക്കണാണിത്. അപ്പോൾ ദ ബ്ലിങ്കിങ് സിമ്പിൾ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ക്യാരക്ടർ ഈസ് കോൾഡ് കഴ്സർ. അടുത്തതായി ദ ഡിവൈസ് യൂസ്ഡ് ഫോർ മൂവിങ് ദ കർസർ ഓൺ എ സ്ക്രീൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഈ കർസർ കമ്പ്യൂട്ടറിൽ നൽകിയിട്ടുണ്ട്. ഈ കർസർ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഉപകരണമാണ് മൗസ്. A small figure which is depicted some application on the screen is called icon. ഇപ്പോൾ ഈ ഐക്കൺസ് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ മൗസിൽ കർസറുണ്ട്. ഈ കർസർ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഡെഫിനറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഫയൽ കൊണ്ടിട്ടു, ആ ഫയൽ ഇന്നതാണെന്ന് അറിയാൻ വേണ്ടി ഒരു ഐക്കൺ കൊടുക്കും. അതിനാണ് എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ചെറിയൊരു പിക്ചർ കൊടുക്കുന്നതാണ്, ഫിഗർ കൊടുക്കുന്നതിനാണ് ഐക്കൺ എന്ന് പറയുന്നത്. Commonly working of wireless mouse is based on infrared rays. Infrared raysൻ്റെ യൂസഡോടാണ് വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത്. വയർലെസ് മൗസ് ഇപ്പോഴത്തെ ജനറേഷൻ കറൻ്റ്ലി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടൊന്ന് ഓർത്ത് വെക്കുക. വയർലെസ് മൗസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻഫ്രാറെഡ് റേസ്. ദ കമ്പനി ദാറ്റ് ഡെവലപ്ഡ് ദ മൗസ്. ഏത് കമ്പനിയാണ് ഫസ്റ്റ്ലി മൗസ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ സിറോക്സ് പാർക്കാണ്. സിറോക്സ് പാർക്ക് ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് മൗസാണ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ദ ഫസ്റ്റ് മൗസ് വാസ് മാർക്കറ്റഡ് ബൈ ആപ്പിൾ. കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്ത ആദ്യത്തെ മൗസ് മാർക്കറ്റ് ചെയ്ത കമ്പനിയാണ് ആപ്പിൾ. അടുത്തതായി വരുന്നതാണ് ടച്ച് പാഡ്. ടച്ച് പാഡ് ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്സ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ മൗസ് യൂസ് ചെയ്യുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനാണ്. കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ ഒരു പ്ലേസിൽ സിറ്റുവേറ്റ് ചെയ്യുമ്പോൾ മൗസ് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ പോർട്ടബിൾ ഡിവൈസസിനകത്ത് അതിന് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നാം ടച്ച് പാഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രഷർ സെൻസിറ്റിവിറ്റി വെച്ചാണ് ഈ ടച്ച് പാഡും വർക്ക് ചെയ്യുന്നത്. ട്രാക്ക് ബോൾ ഈസ് എ സ്റ്റേഷനറി പോയിൻറ്റിംഗ് ഡിവൈസ് വിത്ത് എ ബോൾ മെക്കാനിസം ഓൺ ടോപ്പ്. ഈ മൗസിൻ്റെ മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പോർട്ടബിൾ ഡിവൈസസിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ട്രാക്ക് ബോൾ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് OMR ആണ്. ദ സിസ്റ്റം യൂസ്ഡ് ഫോർ എവാലുവേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് എക്സാം, OMR. നമ്മളിപ്പോൾ കറൻ്റ്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളെല്ലാം OMRൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ OMR കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് മാർക്കുകൾ അസസ് ചെയ്യാനും പെട്ടെന്നുള്ള രീതിയിൽ മാർക്കുകൾ അസസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ OMR ഉള്ളത്. അപ്പോൾ ഈ OMR മാത്രം നിർമ്മിച്ചുകൊണ്ട് കഴിഞ്ഞില്ല, അതിൻ്റെ റീഡറും കൂടെയുണ്ട്. ആൻഡ് ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇൻറ്ററപ്റ്റ്സ് ദ പെൻസിൽ മാർക്ക് ഓൺ ദ പേപ്പർ മീഡിയ ഈസ് OMR. ഈ പേപ്പറിലുള്ള പെൻസിൽ മാർക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിവൈസാണ് OMR സ്കാനർ അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. OMRൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി എഴുതുന്നത്, നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ വിധത്തിൽ തന്നെയാണ്, അതുകൊണ്ട് മറക്കാതെ ഓർത്ത് വെക്കുക. അടുത്തതായി യൂസ് ചെയ്യുന്നതാണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഈസ് എ പോയിൻറ്റിംഗ് ഡിവൈസ് വിത്ത് വെർട്ടിക്കൽ സ്റ്റിക്ക് മൗണ്ടഡ് ഓൺ ദ ബേസ്. ഒരു ബേസിൽ ഒരു സ്റ്റിക്ക് രീതിയിലുള്ള ഒരു മൗസ് തന്നെയാണ് ഈ ജോയ്സ്റ്റിക്ക് കർസറിനെ തന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ദ ബട്ടൺസ് ആർ ഓൺ ദ സ്റ്റിക്ക് ഈസ് കോൾഡ് ട്രിഗേഴ്സ്. ഈ മൗസിലുള്ള ബട്ടൺസ് പോലെ തന്നെ ജോയ്സ്റ്റിക്കിലും ബട്ടൺസ് ഉണ്ട്. ഈ ജോയ്സ്റ്റിക്ക് മെയിൻലി ഗെയിമിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഗെയിംസ് ആൻഡ് അൾട്രാസൗണ്ട് സ്കാനേഴ്സ് ഇൻ ദ മെഡിക്കൽ ഫീൽഡ്സ്. കമ്പ്യൂട്ടറിൽ ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയും സൗണ്ട് സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വേണ്ടി മെഡിക്കൽ ഫീൽഡിന് വേണ്ടിയാണ് ജോയ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അടുത്തായി ഉള്ളതാണ് ലൈറ്റ് പെൻ. ലൈറ്റ് പെന്നിൻ്റെ ചിത്രം ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ലൈറ്റ് പെൻ ഈസ് എ പെൻ ഷേപ്ഡ് പോയിൻറ്റിംഗ് ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ദ ലൈറ്റ്. ഒരു ലൈറ്റിൻ്റെ പ്രസൻസ് നമ്മൾ ഫെൽറ്റ് ചെയ്ത് കർസറിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിവൈസാണ് ലൈറ്റ് പെൻ. CAD used for the light pen is directly drawn on the screen. സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റ്ലി ഡ്രോൺ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ റെയിൽവേ ആൻഡ് എയർവേ റിസർവേഷൻ കൗണ്ടേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ആൻഡ് ഡെൻറ്റിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എവിടെയാണെന്ന് ചോദിച്ചാൽ റെയിൽവേയിലും എയർലൈൻ റിസർവേഷൻ കൗണ്ടേഴ്സിലും ഡോക്ടറും ഡെൻറ്റിസ്റ്റുമാരും യൂസ് ചെയ്യുന്നതാണിത്.
അടുത്തതായിട്ടുള്ളതാണ് ടച്ച് സ്ക്രീൻ. നമ്മൾ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പകുതിയിലധികം ആളുകളും ഫോണുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ. അപ്പോൾ ടച്ച് സ്ക്രീൻ ഈസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് touch sensible display. The touch screen technology was widely used in bank, ATM, mobile phone, tablet, computer, etc. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നത് സെൻസിറ്റിവിറ്റി ടു ദ പ്രഷർ, നമ്മുടെ കയ്യിൽ വിരലും കൊണ്ടുള്ള പ്രഷറിനെ അനുസരിച്ചാണ് ഈ ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്നത്. ദ ടച്ച് സ്ക്രീൻ ഈസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ടച്ച് സെൻസിബിൾ ഡിസ്പ്ലേ. നമുക്ക് അതിൽ നിന്ന് ഡിസ്പ്ലേയും കൂടെ അവൈലബിൾ ആണ് ഈ ടച്ച് സെൻസിബിൾ ഡിസ്പ്ലേ. അതാണ് ടച്ച് സ്ക്രീൻ. ടച്ചിൻ്റെ ഉപയോഗത്തോടെ വർക്ക് ചെയ്യുന്ന സ്ക്രീനാണ് ടച്ച് സ്ക്രീൻ. അടുത്തതായി വരുന്നതാണ് സ്കാനർ. Scanner is an input device which converts paper document into electronic format. നമ്മളിപ്പോൾ നിരന്തരമായി പ്രിൻ്റ് എടുക്കുമ്പോഴൊക്കെ നാം ഇത് സ്കാൻ ചെയ്ത് PDF ആയി അപ്ലോഡ് ചെയ്യേണ്ട PSCയുടെ സൈറ്റ്സിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ പേപ്പർ ഫോർമാറ്റിനെ ഓരോ ഡോട്ട് പെർ ഇഞ്ച് സ്കാൻ ചെയ്ത് അതിനെ PDF ഫയൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ഫയൽസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ സ്കാനർ കൊണ്ടുള്ള ഉപയോഗം. 2 ടൈപ്പ് സ്കാനേഴ്സാണ് ഉള്ളത്. ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ആൻഡ് ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ്. നമ്മൾ ബേസിക്കലി ഈ ഫോട്ടോസ്റ്റാറ്റ് കടകളിലും നമ്മുടെ വീട്ടിലുള്ള ഹോം പ്രിൻറ്റേഴ്സിലും എല്ലാം ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള നമ്മൾ A4 ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടല്ലേ സ്കാൻ ചെയ്യുന്നത്. അങ്ങനത്തെ സ്കാനേഴ്സാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ്. അങ്ങനത്തെ സ്കാനേഴ്സിന് റെസൊല്യൂഷനും ക്വാളിറ്റിയും കൂടുതലായിരിക്കും. അടുത്തതായിട്ടുള്ളതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ്. നമ്മൾ ഹാൻഡിൽ ഹെൽഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫയൽസിൻ്റെ എല്ലാം സ്കാൻ ചെയ്യുന്നതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ചിത്രം നൽകിയിട്ടുണ്ട്. ഇതാണ് ഹാൻഡ് ഹെൽഡ് സ്കാനറും ഇതാണ് ഫ്ലാറ്റ് ബെഡ് സ്കാനറും. The home users generally used flat bed scanners. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ കൂടുതലായി യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ് ആണ്. The purpose of digital scanner is to input image or page of text. ഈ ഡിജിറ്റൽ സ്കാനറിൻ്റെ ഇമേജ് ഇൻപുട്ടായിട്ട് നൽകുകയും ആ ടെക്സ്റ്റ് പേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ സ്കാനേഴ്സിൻ്റെ ഉപയോഗം. അടുത്തായിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, OCR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. The OCR converts a scanned image to usable word processing format for editing by analyzing the light and dark areas. നാം ഒരു പ്രിൻ്റ് എടുത്തൊരു ഫയലാണെങ്കിൽ അതിന് വൈറ്റ് കളറായിട്ട് പേപ്പറും ഡാർക്ക് കളറായിട്ടുള്ള അക്ഷരങ്ങളുമായിരിക്കും മെയിൻലി ഉള്ളത്. അപ്പോൾ ഈ OCR വർക്ക് ചെയ്യുന്ന ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പേജിനെ അനലൈസ് ചെയ്ത് വൈറ്റ് ഏരിയ റിമൂവ് ചെയ്ത് ബ്ലാക്ക് ഏരിയയെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്താണ് ഈ OCR വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ടൈപ്പ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കുമ്പം ഈ OCR യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. When the character is recognized, OCR converts into corresponding AS2I കോഡ്. ഈ കീബോർഡിൻ്റെ കോഡ് തന്നെ യൂസ് ചെയ്താണ് ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. OCR ഈസ് വൈഡ്ലി യൂസ് ഇൻ പ്രോസസ് ചെക്സ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സ്ലിപ്സ്. ഈ ക്രെഡിറ്റ് കാർഡ് സ്ലിപ്സും ചെക്സും എല്ലാം കറൻലി പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് OCR. OCR ഇപ്പോൾ കറൻലി ഫോൺസിനകത്തെല്ലാം അവൈലബിൾ ആണ്. അടുത്തതായിട്ടുള്ളതാണ് ബാർകോഡ്. നമ്മളിപ്പോൾ ഒരു മെയിനായിട്ട് ഈ ബാർകോഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധനത്തിനും ഒരു ബാർകോഡ് കാണും. നമ്മളിപ്പോൾ ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോൾ നമ്മൾ സാധാരണ ബില്ലിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇത്രയും സാധനം എടുക്കുമ്പോൾ വലിയൊരു ബില്ലിങ് വരുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സ്കാൻ ചെയ്ത് ബില്ല് ചെയ്യാൻ വേണ്ടിയും ഇത് യൂസ് ചെയ്യാറുണ്ട്. മിക്ക പ്രൊഡക്ട്സിൻ്റെയും അവസാനമായി ഒരു ബാർകോഡ് നൽകാറുണ്ട്. ഈ ബാർകോഡും എന്ന് വെച്ചാൽ ദ ബാർകോഡ് ഈസ് എ സിംപ്ലി ന്യൂമറിക്കൽ കോഡ് റെപ്രസെൻ്റ് ആസ് എ സീരീസ് ഓഫ് ലൈൻ. ഒരു ലൈൻ ഡ്രോൺ ചെയ്ത് അതിൻ്റെ ഇടയിൽ സീരീസ് ഓഫ് നമ്പർ കൊടുത്തിട്ട് അതുവഴി റെക്കഗ്നേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാർകോഡ്. ഈ ബാർകോഡ് മാത്രം കണ്ടുപിടിച്ചാൽ പോരല്ലോ, അത് റെക്കഗ്നേഷൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡിവൈസും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ബാർകോഡ് റീഡർ. അതും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ബാർകോഡ് റീഡർ ബാർകോഡ് റീഡ് ചെയ്ത് കൊടുക്കുന്ന ഡിവൈസാണ് ബാർകോഡ് റീഡർ. ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ഫോർ റീഡിങ് പ്രിൻറ്റഡ് ബാർകോഡ്സ്. പ്രിൻ്റായിട്ടുള്ള ബാർകോഡ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാർകോഡ് റീഡർ. ഇറ്റ് കൺവേർട്സ് ഒപ്റ്റിക്കൽ ഇമ്പൾസസ് ടു ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. ഈ ഒപ്റ്റിക്കലായിട്ടുള്ള ഈ ലൈൻസിനെ അത് ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നാം ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ആ ബാർകോഡ് റീഡർ വെച്ച് സ്കാൻ ചെയ്ത് അപ്പോൾ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ലഭ്യമാണ്, ഈ കമ്പ്യൂട്ടറിനകത്ത് ലഭ്യമാണ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്ന് ഈ ഡേറ്റ തിരഞ്ഞെടുത്ത്
തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതിനാണ് ഈ ബാർകോഡ് യൂസ് ചെയ്യുന്നത്. എ ബാർകോഡ് റീഡർ കൺസിസ്റ്റ് ഓഫ് എ സ്കാനർ, ഡിക്കോഡർ ആൻഡ് കേബിൾ യൂസ്ഡ് ടു കണക്ട്. ആദ്യമായിട്ട് നമ്മൾ ഹാൻഡ് ഹെൽഡ് സ്കാനർ പോലെ തന്നെ ഒരു സ്കാനർ കാണും. ഈ സ്കാനർ ഇതിൻ്റെ ഒരു ഇമേജ് എടുക്കും. ഈ ഇമേജിൽ നിന്ന് ഡീകോഡ് ചെയ്യുന്നൊരു ചിപ്പുണ്ട്. ആ ഡീകോഡർ ചിപ്പ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നൊരു കേബിളും ഉണ്ട്. അതാണ് ബാർകോഡ് റീഡറിനകത്തുള്ളത്. When it laser beams falls on it, barcode reader measures the amounts of light it reflected back. ഈ ലൈൻസിൽ നിന്ന് ഈ ലൈൻസിലോട്ട് ഈ ലൈറ്റ് തട്ടുമ്പോൾ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ലൈൻസിൽ നിന്ന് ഈ എത്ര ബാക്കായിട്ടാണ് ഈ എനർജി റിഫ്ലക്റ്റ് ആയി വരുന്നത് അതിനെ അനുസരിച്ചാണ് ഈ ബാർകോഡ് റീഡർ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി വിലപ്പെട്ടതായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടി പഠിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അവർക്കും കൂടെ ഷെയർ